സൂപ്പർ സൂപ്പർ നല്ല പടമുണ്ട്. നല്ല പടം. നല്ലൊരു എൻ്റർടൈനറാണ്. മാസ് അപ്പീൽ ഫിലിമാണ്. റോഷനും അർജുൻ അശോകൻ മാസ് അപ്പീൽ പടം ചെയ്യാൻ വേണ്ടി തെളിയിച്ചു. പിന്നെ എടുത്തു വരുന്ന മമ്മൂക്കയുടെ ക്യാമിയോ അപ്പിയറൻസ് ആണ്. എല്ലാം കൊണ്ട് ഒരു ചോട്ടമ്പേക്കാളിൽ അതുക്കും മേലെ വരുന്ന ഒരു നല്ല പടമാണ്. മഞ്ഞുമൽ ബോയ്സിൽ ഇറ്റാവേണ്ട പടമാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ 100 കോടി പടമായിരിക്കും. നല്ലൊരു വെറും അടിപ്പടം മാത്രമല്ല, കോമഡി ഉണ്ട്. ഒരു നിമിഷം പോലും ബോറടിക്കുന്നില്ല. ഒരു പക്ക ഫെസ്റ്റിവൽ ശേഷം വരുന്ന മൂവിയാണ്. എല്ലാം തിയേറ്ററിൽ പോയി കാണും. ആക്ഷൻ സൂപ്പറാണ്, കോമഡി ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. ഒട്ടും ലാഗില്ല. നന്നായി മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഹിറ്റാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടം. നല്ല പടമായിരുന്നു. അടിപൊളിയാണ്. നൈസായിരുന്നു, കുഴപ്പമില്ല. മമ്മൂക്കുള്ളതുകൊണ്ട് കത്തി. എന്താണ് ആക്ഷനൊക്കെ നൈസായിരുന്നു. ഫൈറ്റ് സീനൊക്കെ സെറ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി അല്ല, നമ്മൾ കണ്ടുപടുത്ത തന്നെ. പക്ഷെ മമ്മൂക്കുള്ളതുകൊണ്ട് സെറ്റപ്പായി. ഫൈറ്റൊക്കെ നൈസായിരുന്നു. ക്യാമിയോ മമ്മൂക്കയാണ് നൈസായി. ഓ, മമ്മൂക്കയുടെ ഫൈറ്റ് അങ്ങനെ അല്ല കാര്യമായിട്ട്. എന്നാലും മൂപ്പന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെ നൈസാണല്ലോ. അതാണ്. ലാസ്റ്റ് കാട്ടാ ഗുസ്തിയിലേക്ക് പോയി. ലാസ്റ്റ് റെസ്ലിംഗ് വേറെ ലെവല്. ലാസ്റ്റ് ക്ലൈമാക്സ് കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾട്ടറിൻ്റെ എൻട്രി. അതാരാണെന്നും എന്താണെന്നും നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. പൊളിക്കാൻ മക്കളെ, പൊളി എന്ന് പറഞ്ഞാൽ വൻപൊളി. ചത്ത പച്ച ഇത് തന്നെയാണ് പടം. അതായത് ചത്താലും ജയിക്കും. അതാണ് ഈ പടത്തിൻ്റെ പ്ലോട്ട്. ഇതുപോലൊരു മലയാള സിനിമ ചെയ്തിട്ടില്ല. അർജുൻ അശോകൻ്റെ കരിയറിൽ, റോഷൻ്റെ കരിയറിൽ, വിശാഖിൻ്റെ കരിയറിൽ, ഇവരുടെ എല്ലാം കരിയറിൽ ഏറ്റവും നല്ല വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. ഇത്രയും നല്ലൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത്ര നല്ല ഗംഭീര പ്രകടനമാണ് ഈ സിനിമയിൽ. ഇതിൻ്റെ ഡയറക്ഷൻ നല്ല അടിപൊളി ഡയറക്ഷനാണ്. അതുപോലെ നല്ല സ്ക്രിപ്റ്റ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കിടിലം പടമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ കുടുംബ പ്രേക്ഷകരായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം. ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾക്കും കാണാൻ പറ്റുന്ന നല്ല കിടിലം പൊളി സാധനം. അതായത് നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ അനുഭവമുള്ള റെസ്ലിംഗ് വിഭാഗത്തിൽപ്പെട്ട ഒരു കണ്ടന്റാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മുഴുനീള ഒരു ഇടിപ്പടം തന്നെയാണ്. ഫൈനലൊക്കെ അടിപൊളിയാണ്. എയറിൽ ആരുടെ പേരാണോ പറക്കുന്നത് ആ ആൾ തന്നെ ക്യാമിയോ ആയിട്ട് എത്തുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോ. മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക്, നമ്മളുടെ പ്രേക്ഷകർക്ക് പൊളി സാധനം. അതായത് ഇതെനിക്ക് തോന്നുന്നത് ഒരു ന്യൂജനിലേക്ക് ഏൽപ്പിക്കുന്നതായിട്ട്, അതായത് ഒരു കൈമാറ്റം നടത്തുന്നുണ്ട്. അതാണ് ക്യാമിയോ വരുന്നത്. ആ ക്യാമിയോ എന്താണോ എയറിൽ പറക്കുന്നത് ആ ആൾ തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ ഓസ്ലർ സിനിമ കണ്ടിട്ടുണ്ടോ? അതുപോലെ